നമസ്കാരം. KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓളം വന്നു തുടങ്ങി. ആരായിരിക്കും UDFിൻ്റെ നായകൻ എന്ന് തീരുമാനമായിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കും UDFിനും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയെ നായകനെന്ന് പ്രഖ്യാപിക്കുന്നില്ല, കൂട്ടു നേതൃത്വം തന്നെയാണ്. അപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹു വിൽ ലീഡ് ദ ഗവൺമെൻറ് ഇഫ് ദർ ഇസ് എ ഗവൺമെൻറ്, അത് വ്യക്തമായിട്ട് കോൺഗ്രസ്സിനൊരു അതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട്. എല്ലാ കാലത്തും അതിന് കീഴ്വഴക്കമുണ്ട്. ജയിച്ചു വരുന്ന MLAമാരോട് ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും, എന്നിട്ട് അവർ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. എന്നാലും നമുക്കൊരു ഡിഫാക്ടോ ലീഡർ ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതിന് മുമ്പത്തെ തവണയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആണെന്ന് അറിയാമായിരുന്നു. 2001 AK ആന്റണി ആണെന്ന് അറിയാമായിരുന്നു. 91 കരുണാകരനാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആര് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉള്ള ഒരു ആൻസർ, കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ആയില്ല, VD സതീശനായി, ഇലക്ഷൻ പരാജയപ്പെട്ടു. അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അപ്പം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന നേതൃത്വം മാറാം, പുതിയ ആൾ വരാം. ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്ട് ഉയർത്തി കാണിക്കുന്നില്ല. കൂട്ടായ നേതൃത്വമാണ് നയിക്കുക ഇലക്ഷന്. അപ്പം KPCC പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഇല്ലെന്ന് തീരുമാനിച്ചിട്ടില്ല, ഉണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. എന്നാലും ഇപ്പോൾ പെരാവൂരിൽ നിന്ന് സാധാരണ നിലയിൽ താങ്കളുടെ പേരാണ് എപ്പോഴും. മാത്രമല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് മത്സരിക്കാൻ അങ്ങനെയുള്ള യോഗ്യതകളില്ല, എങ്കിൽ പോലും ആത്യന്തികമായിട്ട് പാർട്ടി തീരുമാനിക്കണം. പേരാവൂരിൽ ഇത്തവണ ശൈലജ ടീച്ചറെ ഇറക്കുമെന്നാണ് ഒരു കേൾവി. അത് വരട്ടെ, വെൽക്കം. പഴയ പേരാവൂർ MLA ആണ്. അതെ, ഞാൻ ടീച്ചർ തമ്മിലാണല്ലോ ആദ്യം 2011 മത്സരിച്ചത്. 16 ടീച്ചർ വീണ്ടും വന്ന് ഒരാഴ്ച പ്രചരണം നടത്തിയിരുന്നു, പിന്നെ കൂത്തുപറമ്പിലേക്ക് മാറിയത്. ആരായാലും എന്താ, നല്ല മത്സരം നടക്കും. ശൈലജ ടീച്ചർ വന്നാൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല മത്സരിക്കുകയാണെങ്കിൽ. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അതായത് ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, KPCC പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം മത്സര രംഗത്തുള്ളൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് പൊതുവെ പ്രതീക്ഷിക്കാം. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ടാവും. MPമാരാരെങ്കിലും മത്സരിക്കുമോ? അക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അല്ല, സാധാരണ നിലയ്ക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അത് ചർച്ച ചെയ്തിട്ടില്ല. പലരും KC വേണുഗോപാലിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മത്സരിക്കുന്നില്ലെന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീർത്ത് പറയാൻ MPമാർ മത്സരിക്കുന്നില്ല എന്ന് തീർത്ത് പറയാനില്ല, എനിക്കുള്ള അധികാരമില്ല. ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ്. ഇപ്പോൾ ഈ നമ്മൾ ഈ സിൻസിയറായിട്ട് പറയുന്നത്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം NDTVയുടെ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നു. ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവ് VD സതീശനാണ്. സതീശൻ നല്ല പോപ്പുലർ തന്നെ, 22%. മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി പ്രതിപക്ഷ നേതാവിനാണെന്നാണ് NDTV പറയുന്നത്, അവരുടെ സർവേ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശന്റെ നേതൃത്വത്തിലായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ്? VD സതീശന്റെ ഒരു മുഖമായി വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ലേ? തെരഞ്ഞെടുപ്പിലെ കൂട്ടായിട്ടുള്ള നേതൃത്വം UDF നേതൃത്വം നൽകും. കേരളത്തിലെ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, AICC നേതാക്കന്മാർ, ഇവരുടെ എല്ലാം കൂടി നേതൃത്വം ഉണ്ടാവും. അപ്പുറത്ത് പിണറായി വിജയനായിരിക്കും പ്രചാരണത്തിന്റെ നായകൻ എന്ന് MA ബേബി CPM ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ UDFനെ സംബന്ധിച്ച് ആരായിരിക്കും പ്രചാരണത്തിന്റെ നായകൻ? കളക്റ്റീവ് ലീഡർഷിപ്പ്, അത് പറഞ്ഞു കഴിഞ്ഞു, AICC പറഞ്ഞു കഴിഞ്ഞു. കളക്റ്റീവ് ലീഡർഷിപ്പ് സർവേ ഒക്കെ എങ്ങനെ വന്നാലും ഒരാളെ പ്രൊജക്ട് ചെയ്യുന്നില്ല, വ്യക്തികളെ പ്രൊജക്ട് ചെയ്യുന്നില്ല. ഇതിന് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സാമുദായിക സംഘടനകളോടൊക്കെ നല്ല ബന്ധം പുലർത്തുക എന്നുള്ളത് സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ ഒരു പതിവ് ശീലമാണ്. പക്ഷെ ഇത്തവണ ഹൈന്ദവ സാമുദായിക സംഘടനകൾ വളരെ ശക്തമായി UDFിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഒരു പ്രശ്നമായി കാണുന്നുണ്ടോ? ഇല്ലില്ല, ചില തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും, പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സംഘടനകൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. NSSും SNDPയുമാണ് തുറന്ന നിലപാട് പ്രഖ്യാപനം നടത്തിയത്. UDFിനെതിരെ ആയിട്ടില്ല. അതിൽ കോൺഗ്രസിനെതിരെ പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു. ശരി, അവരോട് ഒരുമിച്ച് പോകാൻ, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബ്രിഡ്ജ്, ഒരിക്കലും ഞങ്ങൾ അവരുമായിട്ടുള്ള ഒരു തർക്കം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാലത്തും അത് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിന് മുൻതൂക്കം അതിനുള്ള എന്തെങ്കിലും ചർച്ച ശ്രമം തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ആലോചിക്കും, അക്കാര്യം ആലോചിക്കും. വളരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസമാണ്. ഇപ്പോൾ സുകുമാരൻ നായർ, അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ആനുഷംഗികമായി തെരഞ്ഞെടുപ്പ് ദിവസം പോലും പറഞ്ഞ ആളാണ്. വോട്ട് ചെയ്തതിന് ശേഷം പോലും കേരളത്തിൽ ഭരണമാറ്റം വരുമെന്ന് പ്രവചിച്ച ആളാണ്.
അപ്പോൾ അതുപോലെ UDF അനുകൂല നിലപാട് സമദൂരം എന്ന് പറയുമ്പോഴും UDF-ലേക്ക് ഒരു ശരിദൂരം ഉണ്ടായിരുന്ന സുകുമാരൻ നായരെ പോലെയുള്ള ആളുകൾ ഇടഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ക്ഷീണമല്ലേ, അത് പരിഹരിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം അങ്ങനെ ഇടഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൂട്ടി വായിക്കണം. ആദ്യം അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തികൾക്കെതിരെ പറഞ്ഞു, ചില സൂചനകൾ വന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ പ്രതിപക്ഷ നേതാവിനെയും വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ടുള്ള നല്ല സൗഹൃദത്തിൽ പോകാൻ അവരും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ NSS SNDP ഐക്യം VD സതീശനെതിരെയുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അത് തന്നെ ഒരു നല്ല സൂചനയല്ലേ. ആദ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കൂടി പേരെടുത്ത് പറഞ്ഞിരുന്നു, പിന്നീട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. ആ വിമർശനങ്ങൾ അവിടെ നിലനിൽക്കില്ല. ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ KPCC പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം, KPCC പ്രസിഡന്റ് നോക്കുകുത്തിയായിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും സതീശനാണ് അഭിപ്രായം പറയുന്നതെന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം. അങ്ങനെയില്ല, ഞങ്ങൾ കൂട്ടായ നേതൃത്വം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഒരു കാര്യം അഭിലാഷം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും അനൈക്യം പ്രകടമായോ? ഇല്ല. പ്രചരണത്തിലോ പ്രവർത്തനത്തിലോ തീരുമാനങ്ങളിലോ ഇപ്രാവശ്യം എന്താ വെച്ചാൽ KPCCക്ക് പരാതികൾ വരാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങൾ ജില്ലാ കമ്മിറ്റികൾക്ക് അവകാശങ്ങൾ കൊടുക്കുകയത്, ചുമതലകൾ അവർ ഏറ്റെടുക്കുകയത്, ഒരു പരാതിയും വന്നില്ല. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെ മേയർമാരെ നിശ്ചയിച്ചില്ലേ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ KPCC പ്രസിഡന്റ് നോക്കുകുത്തിയാണോ? അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമിതികളും പ്രവർത്തകരും ജനങ്ങളുമാണ്. അങ്ങനെ നോക്കുകുത്തിയാണെന്നുള്ളൊരു ധാരണ പാർട്ടിക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആൾ ഉന്നയിച്ച ആരോപണത്തിൽ അങ്ങയുടെ മറുപടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. എനിക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള പൂർണ്ണമായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ശക്തമായ പിന്തുണയുണ്ട്. AICC പ്രസിഡന്റ് മുതൽ സോണിയാജി മുതൽ രാഹുൽജി മുതൽ എല്ലാവരുടെയും, പ്രിയങ്കാജി മുതൽ KC വേണുഗോപാൽ, VD സതീശൻ, എവരിബഡി സപ്പോർട്ട് മീ. VD സതീശനെ മുന്നിൽ നിർത്തിയാൽ അടി കിട്ടും, ഇതാണ് കൃത്യമായി വെർബാറ്റിം. അത്രയും ശരിയല്ല. VD സതീശനെ ഇങ്ങനെ വിട്ടാൽ അടി കിട്ടുമെന്ന് ചില തെറ്റിദ്ധാരണകളാണ്. അല്ല, ആ തെറ്റിദ്ധാരണ എങ്ങനെയാണ് പരിഹരിക്കുക? ഇപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കോട്ട് ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങളാണ് നടത്തിയത്. സുകുമാരൻ നായർ അത്രയും കടന്ന് പറയാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. ആ തരത്തിൽ VD സതീശനെ കോൺഗ്രസ് അഴിച്ചു വിട്ടിരിക്കുകയാണെന്നുള്ള പരാമർശത്തോടുള്ള അതൊന്നും ശരിയല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നു. അതേപ്പോൾ നമ്മൾ ഈ വിവാദമായതെന്ന് പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത കാന്തപുരം ഉസ്താദിന്റെ ജാഥയുടെ സമാപനത്തിന്റെ പ്രസംഗമല്ലേ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പരിപാടിയിൽ പോയി മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ മറ്റൊരു സമുദായ നേതാവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വേണമായിരുന്നു. കോൺഗ്രസ് പോലൊരു പാർട്ടി ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്നുള്ളതിനെ ആ തരത്തിൽ കാണേണ്ട ഒരു വിഷയമുണ്ട്. അതൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിരുന്നു. അത് കേരള രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത CPI തന്നെ, ഞങ്ങളല്ലോ പറഞ്ഞത്. CPI പറഞ്ഞു, പലരും പറഞ്ഞു. അതൊരു സജീവമായ ചർച്ചാ വിഷയമായിട്ട് നിന്ന ഒരു കാര്യമാണ്. പേരെടുത്ത് പറയാതെ സതീശൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് എല്ലാവർക്കും വ്യക്തമാവില്ല ആരാണ് കാറിൽ കയറിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ഞാൻ ഇനി ചോദിക്കുകയാണ്, ഇനി അങ്ങോട്ടുള്ള കാലത്ത്, ഇനി തെരഞ്ഞെടുപ്പിന് 3 മാസമുണ്ട്, വെള്ളാപ്പള്ളി നടേശന്റെ കാർ യാത്രാ വിവാദം ഇനി ഉന്നയിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു യാത്രാ വിവാദം മാത്രമായിട്ടൊന്നും ഇത് ചുരുങ്ങുന്നില്ലല്ലോ. ജനകീയ പ്രശ്നങ്ങളല്ലേ ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അഴിമതി, അക്രമ രാഷ്ട്രീയം, ദീസ് ആർ ദി ഇഷ്യൂസ്. അല്ല, ഇനി ഒരു വെടിനിർത്തലെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവരുമായിട്ട് ചർച്ച നടത്തോ നടത്താതിരിക്കോ, അതിനപ്പുറത്ത് ഇനി വെള്ളാപ്പള്ളി നടേശനെയും പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം ഇൻഡിവിജ്വൽ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇനി പ്രകോപനപരമായ പരാമർശങ്ങൾ, അത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലായാലും സുകുമാരൻ നായരുടെ കാര്യത്തിലായാലും സമുദായ നേതാക്കളെ പ്രകോപിപ്പിക്കുന്ന നടപടികളോ വർത്തമാനങ്ങളോ ഇനി ഉണ്ടാവില്ല എന്ന് ആഭ്യന്തരമായെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആവശ്യമായത് മാത്രമേ പറയുള്ളൂ. വളരെ ശ്രദ്ധിച്ച് തന്നെ കാൽവെപ്പുകൾ, ചുവടുവെപ്പുകൾ. ഇപ്പോ വെച്ച ചൂടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ആത്മവിമർശനപരമായി ആലോചിക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ തിരുത്താവുന്നതും യോജിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. തിരുത്തലിന് ഇനി എവിടെയാണ് സ്കോപ്പ്? ഈ 2 നേതാക്കൾ അവർ രണ്ടുപേരും ഇടഞ്ഞു നിൽക്കുകയാണ്. അവിടെ തിരുത്തലിനുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അവരുമായി സംസാരിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി. നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ അധികം പേർക്കുള്ളത്, എല്ലാവർക്കും തന്നെയുള്ളത്, സതീശനും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സൗഹൃദത്തിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യാൻ, ഞങ്ങൾ പരിഹരിക്കും.
നേരിട്ട് സുകുമാരൻ നായരുമായി ചർച്ച നടത്താൻ തയ്യാറാണ്. വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിക്കാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ആവശ്യമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് നടപടിയെടുക്കും. ഈ സാമുദായിക നേതാക്കളുമായിട്ടുള്ള ഇഷ്യൂ പരിഹരിക്കൽ എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അതിൽ ദേശീയ നേതൃത്വത്തിന് ഒരു സേ ഉണ്ടോ? നിങ്ങൾ പരിഹരിച്ചു പോകണം എന്ന് പറഞ്ഞു. അത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. സ്വാഭാവികമായിട്ട് അവർ കാര്യങ്ങളെല്ലാം കെ.സി. വേണുഗോപാലും നമുക്കറിയാം കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം എല്ലാം വായിച്ച് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കെ.സി. വേണുഗോപാൽ ഇവിടെ ഉണ്ടാവും. അദ്ദേഹം സജീവമായിട്ടുണ്ടാവും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരുന്നു, കൂടുതൽ സജീവമായിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ UDF എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടുതലുള്ള, അതല്ലെങ്കിൽ ന്യൂനപക്ഷ അപ്പീസ്മെന്റ് നടത്തുന്ന ഒരു മുന്നണിയാണ് എന്നൊരു പ്രചരണം, എന്നൊരു നറേറ്റീവ് കാര്യമായി പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് സാമുദായിക സംഘടനകളും ആ നറേറ്റീവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുമെന്ന പരാമർശം ആവർത്തിച്ച് നടത്തിയത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. ചില CPM നേതാക്കളും AK ബാലനെ പോലുള്ള ആളുകളും ആ പരാമർശം നടത്തി. അപ്പോൾ അതിന് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമായി തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിടത്ത് ആളുകൾ മറന്ന ഒരു കാര്യം, എത്രയോ വർഷം മുമ്പുള്ളൊരു സംഭവം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കിയത്. മുറിവിലെ എണ്ണ പകരുന്നതിന് പകരം അദ്ദേഹം ആ മുറിവിലേക്ക് വീണ്ടും അദ്ദേഹം വിഷം അല്ലെങ്കിൽ അത് ആളിക്കത്തിക്കാനുള്ള തീയാണ് അവിടെ വെച്ചത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇതിനോടകം വന്നിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി UDFനുള്ള ബന്ധം എന്താണ്? അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചു എന്നുള്ളതിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി എങ്ങനെയാണ് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സഹകരണവും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഒരു സഹകരണവും. അത് AK ബാലൻ തെറ്റായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ടതായിട്ട് തോന്നുന്നു. ഗോവിന്ദ മാഷ് തന്നെ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതായത് വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് സീറ്റ് കൊടുക്കുകയില്ലോ എന്നുള്ളതൊന്നുമല്ല, അതിന് സാധ്യത ഞാനും കാണുന്നില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകാര്യമാണോ? ഞങ്ങൾ വോട്ട് ആരുടെയും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയമായ അങ്ങനെ ഒരു ബന്ധമില്ല, രാഷ്ട്രീയമായി യാതൊരു ബന്ധവും വെൽഫെയർ പാർട്ടിയുമില്ല, ഒരു ചർച്ചയും തമ്മിലില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഈ വിഷയം സജീവമായി ചർച്ച നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു. അന്ന് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFനാണ് പിന്തുണച്ചത്. അന്ന് VD സതീശൻ പറഞ്ഞ ഒരു വാചകം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, സതീശൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്, എതിർക്കുന്ന CPMന് അത് എതിർക്കാനുള്ള അവകാശമില്ല. മുഖ്യമന്ത്രിയാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്. അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ ചിത്രങ്ങളുമാണ് സതീശൻ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രകടിതമാക്കിയത്. മുഖ്യമന്ത്രിക്ക് അത് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് UDF പറയുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകുന്നത് എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര പ്രചാരകനാണ്. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയത്തിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ UDF ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നുണ്ടോ? ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അവരെ വെള്ളപൂശിയിട്ടില്ല. അവരുമായിട്ട് ഞങ്ങൾ യാതൊരു തെരഞ്ഞെടുപ്പ് ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. അതിനപ്പുറത്ത് ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ UDF തന്നെ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചതും മറ്റു നേതാക്കൾ സംസാരിച്ചതും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഞാൻ പറയുന്നത് ചർച്ച, അത് പോസിബിൾ ആണ്? ഇതുവരെ ആലോചിച്ചിട്ടില്ല ആ കാര്യത്തിൽ ഒരു ദൂരം, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി ചാപ്പ ഞങ്ങളിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടൊരു കോഷ്യസ് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ടോ, സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഞങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാ കാലത്തുമുള്ള നിലപാട് മതേതര നിലപാട് തന്നെയാണ്. ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചു, അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ലാതെ അവരെ അതിലെ ഉത്തരവാദികളും തെളിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആവർത്തിക്കുന്ന പ്രതീക്ഷ UDFനുണ്ടാവും. സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പ്രധാനമാണല്ലോ. സിറ്റിംഗ് MLA-മാർക്ക് അതാത് മണ്ഡലങ്ങളിലുള്ള പോപ്പുലാരിറ്റി എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അത് വരാം. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എന്തെങ്കിലും പ്രത്യേക ഫോർമുല, ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയസാധ്യത മാനദണ്ഡമാക്കി, ഇന്നബിലിറ്റി ക്രൈറ്റീരിയ, അതായിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം. മോളിൽ നിന്ന് ആരുടെ വോട്ടില്ല. ഇപ്രാവശ്യം അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതായിരിക്കും. വിജയസാധ്യതയാണ് കോൺഗ്രസും UDFും ഏറ്റവും പരിഗണന നൽകുന്ന. അതായത് നേതാക്കൾ പറയുന്ന ലിസ്റ്റ്, ഗ്രൂപ്പ് താല്പര്യങ്ങൾ, അങ്ങനെ അല്ലാതെ വിന്നബിലിറ്റി മാത്രം ക്രൈറ്റീരിയ ആക്കി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കും. വിന്നബിലിറ്റി വിൽ ബി ദ ഓൺലി ക്രൈറ്റീരിയ. വിജയസാധ്യതയായിരിക്കും
ഏക പരിഗണന വിഷയം. അപ്പോൾ ഡൽഹിക്ക് ഒരുപാട് തവണ പല ലിസ്റ്റുകളുമായി പോകേണ്ടി വരില്ല. ഒറ്റ ലിസ്റ്റ് ഒറ്റ ഗ്രൂപ്പ് നേതാക്കളുടെ ലിസ്റ്റ് ഉണ്ടാവില്ല. ഒറ്റ പോക്ക്. ചില അധികം പേര് പോകണ്ടില്ല. ഞങ്ങൾ കുറച്ച് പേര് പോയി. കോൺഗ്രസ് ആ നിലയ്ക്ക് കേഡറായി കഴിഞ്ഞോ? എല്ലാവരും യോജിപ്പിന്റെ ഒരു ആവശ്യം എല്ലാവരും. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് മാർച്ചിലേക്കൊക്കെ കടന്നാൽ, അതായത് സ്ഥാനാർത്ഥി നിർണയ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കേരള ഹൗസിൽ റൂം കിട്ടാറുണ്ടാവില്ല. ഡൽഹിയിൽ ആ പ്രദേശത്തെ ഹോട്ടലുകളിലൊന്നും കോൺഗ്രസ്സുകാരെ കൊണ്ട് റൂം കിട്ടാത്ത അവസ്ഥ അധികം പേര് ഡൽഹിക്ക് വരണ്ട, എല്ലാവരും ബൂത്തുകളിലേക്ക് പോവാ. അപ്പൊ ഇതുവരെ ഗ്രാമങ്ങളിലേക്ക് പോവാ, ജനങ്ങളുടെ ഇടയിലേക്ക് പോവാ. ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാവില്ല. ഭംഗിയായിട്ടാ പോകുന്നത്. പൊതു സ്വതന്ത്രന്മാരുണ്ട്. ഇപ്പൊ സണ്ണി എം കബിക്കാട് വൈക്കത്ത് മത്സരിക്കുന്നൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കിട്ടും. അതുപോലെ പൊതു സ്വതന്ത്രരെ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കേസുകൾ എടുത്തിട്ട് ആലോചിക്കും. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതാത് ആഗ്രഹചിന്തയുള്ള ആളുകൾ പറയുന്നതും എഴുതുന്നതാണോ, അതോ കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട് പൊതു സ്വാതന്ത്ര്യമൊക്കെ ആലോചിച്ചിട്ടുണ്ട്? ചില കേസുകൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കും. ചില കേസുകൾ വൈക്കത്തെ സ്ഥാനാർത്ഥിത്വം തീരുമാനമായി ആലോചിക്കും. ഒന്നാമതെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വോട്ടർ പട്ടിക വർക്ക് നടക്കുകയാണല്ലോ, അസംബ്ലി നടക്കുകയാണല്ലോ, ഞങ്ങളെ പരിപാടികളുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. സീറ്റ് വിഭജനത്തിലേക്ക് ആദ്യം കിടക്കും. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഈസി ആയിട്ട് തീർക്കും. ഒരു തരത്തിലും ഡിവൈഡഡ് ഹൗസ് ആയിട്ട് ഒറ്റ പട്ടികയായിട്ട് ഡൽഹിക്ക് പോകും. ഒന്നിച്ചൊരേ വിമാനത്തിന് മടങ്ങി വരും. വലിയ കോൺഫിഡൻസ് KPCC പ്രസിഡന്റ് സംബന്ധിച്ചു. ഇപ്പോൾ ഇനി ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടന്നു. രാഹുൽ ഗാന്ധി വന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചില നേതാക്കളെ ശരിയായി ട്രീറ്റ് ചെയ്തില്ല എന്നൊക്കെ ഓൺലൈനിലൊക്കെ വന്നു. സത്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആരെയും രാഹുൽ ഗാന്ധി ആരെയും ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാവർക്കും നല്ല തുല്യ പരിഗണന. ഇപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് K. സുധാകരൻ ഇരുന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി വളരെ മാലിശാണ്. ഞാൻ എത്തുന്നതിന് മുമ്പ് രാഹുൽജിയുടെ അടുത്ത് സുധാകരനെ പിടിച്ചിരുത്തിയത് രാഹുൽജിയാണ്. സുധാകരൻ അവിടെ ഇരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ സുധാകരൻ്റെ അപ്പുറത്തിരുന്നു. രാഹുൽജിയുടെ അടുത്ത് സുധാകരൻ ഇരിക്കുന്നു, ഒരു വശത്ത് KC വേണപോലെ ഇരിക്കുന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നു. ആ സമയത്ത് സുധാകരനും രാഹുൽജി ആയിട്ടുള്ള സംഭാഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽജി എന്നോട് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. വേറെ സ്വാഗത പ്രസംഗവും മറ്റുള്ളവരുടെ പ്രസംഗം വന്നപ്പോൾ വാട്ട് ഈസ് സ്പീക്കിംഗ് ഇത് എന്നോട് ചോദിച്ചതല്ല. സുധാകരൻ ഈസ് എ വെരി വെരി പ്രോമിനൻറ്റ് റെസ്പെക്റ്റബിൾ ലീഡർ. അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ ഇരിക്കേണ്ടതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ രാഹുൽജി ഇൻസിസ്റ്റഡ് മീ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ പ്രസംഗത്തിൽ ശശി തരൂരിനെ മെൻഷൻ ചെയ്തു. ശശി തരൂര് ഇടയ്ക്ക് കോൺഗ്രസ് പാർട്ടിയോട് ചില അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ക്യാമ്പോട് കൂടി സജീവമായി രംഗത്ത് വന്ന ഒരാളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതൊന്നും ഇന്റൻഷനൽ അല്ല. ആരെങ്കിലും ചിലപ്പോൾ പേരെഴുതി കൊടുക്കും. ഈ സീനിയർ ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ് പ്രസംഗിക്കുമ്പോൾ അവർ പക്ഷേ രാഹുലിന്റെ കണ്ണിൽപ്പെടേണ്ട ആളെ പേര് പറയുന്നിടത്ത് ചിലപ്പോൾ എഴുതി കൊടുക്കും, ചിലപ്പോൾ ഒരു പേര് വിട്ടുപോകും, ചിലപ്പോൾ അത് സ്വയമേ ഓർമ്മിച്ചിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യും. നത്തിങ് ഇന്റൻഷണൽ. ഒന്നും തരൂർ ഇനിയും പിണങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ലില്ല, ഇണങ്ങാനാ സാധ്യത. ഇപ്പൊ ഒരു ഇണങ്ങലിന്റെ ട്രാക്കിൽ വന്നായിരുന്നു, ഇതോടുകൂടി മാറുമെന്നാണ്. ഇല്ല, കൂടുതൽ ഇണക്കത്തിലേക്ക് എത്തും. തരൂരും ഈ തെരഞ്ഞെടുപ്പിന്റെ സജീവമായ നേതൃനിരയിൽ ഉണ്ടാവും. ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ നേമത്ത് മത്സരിക്കുമെന്നൊക്കെയുള്ള ചില ശ്രുതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ UDFന്റെ പ്രചരണത്തിനുണ്ടാവുന്നു. അദ്ദേഹം തന്നെ എന്തായാലും MP-മാരെ ആ തരത്തിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇതേ സംഭവം. ഒരു കാര്യം അഭിലാഷ് ഇപ്പൊ ചോദിച്ചു, വിജയ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ ആഗ്രഹികളും പലരും കൂടുതലുണ്ടാവും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു 1 ഡസൻ MP-മാർക്കെങ്കിലും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം അടുത്ത മന്ത്രിസഭ എന്ന ഒരു സ്വപ്നം ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പോൾ മത്സരിക്കുക, മന്ത്രിയാവുക, കുറെ കാലമായിട്ട് അധികാരത്തിന് പുറത്തു നിന്ന പാർട്ടി എന്നുള്ള നിലയിൽ 10 കൊല്ലം അല്ലേ, അതുള്ള കേന്ദ്രത്തിലും അധികാര സാധ്യതയില്ല. അപ്പോൾ മന്ത്രിയാവുക എന്നുള്ള ആഗ്രഹം നമുക്ക് അങ്ങനെ പാടില്ല എന്നൊന്നും ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ക്രൈസിസ് വരുമോ എന്നുള്ളതാണ്. ഇല്ല, ക്രൈസിസ് ഉണ്ടാവില്ല. ഒരു MP-ക്ക് അവസരം കൊടുത്ത ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല. ഇപ്പം സണ്ണി ജോസഫ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് വേണ്ടി വരില്ലേ? മത്സരിക്കണോ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. മത്സരിക്കുകയാണെങ്കിൽ താൽക്കാലിക KPCC പ്രസിഡന്റ് വേണ്ടി എനിക്കറിയില്ല, ഞാനത് പറയുന്നില്ല. ഇപ്പോൾ താൽക്കാലിക KPCC പ്രസിഡന്റിനെ വരെ നാട്ടുകാർ തീരുമാനിച്ചു, ഷാഫി പറമ്പിലാവുന്ന അല്ലേ? ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇങ്ങനെ അല്ല, വേണം KPCC പ്രസിഡന്റിന് KPCC പ്രസിഡന്റ് ആയിക്കൊണ്ട് തന്നെ മത്സരിക്കാലോ. അത് എന്ത് വേണം തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അതിന് ഇന്റർവ്യൂ അറേഞ്ച്മെന്റിനെ കുറിച്ചൊന്നും ഒരു ആലോചനയും നടത്തിയിട്ടില്ല. ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശ്രീ സണ്ണി ജോസഫ് ഉണ്ടോ? ഞാനില്ല. ഉറപ്പിച്ചു.
അപ്പോൾ ഇനി ആ പേര് മാറ്റി ബാക്കിയുള്ള ആളുകളുടെ കാര്യം ആലോചിച്ചാൽ മതി. പേര് വെച്ചാൽ മതി. എന്നാലും ബാക്കിയുണ്ട് 5 പേരെങ്കിലും അഭിലാഷായിട്ട് എന്റെ പേര് കൊണ്ടിട്ടുണ്ട്. അല്ല എന്നാൽ പോലും ബാക്കി 4-5 പേരുണ്ട്. യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. 2-3 പേര് യോഗ്യത ഉണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സ്വാഭാവിക ടേൺ കിട്ടിയതായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ദൗർഭാഗ്യവശാൽ ജയിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ കിടക്കുന്നുണ്ട് സീനിയർ നേതാവ്. പേരുകളൊക്കെ പരിഗണിക്കും. എല്ലാ പേരുകളും പരിഗണിക്കും. അതായത് ഒരു ക്ലിയർ പേര് എന്നുള്ളത് എന്തായാലും ഇപ്പൊ ഇല്ല. ഒരു പേരും നമ്മൾ തള്ളുന്നില്ല. ഒരു പേരും തള്ളുന്നില്ല. അപ്പൊ എല്ലാവരും അവര് മുഖ്യമന്ത്രി ആകട്ടെ അല്ലെങ്കിൽ ആകും എന്ന് വിചാരിച്ച് മത്സരിക്കട്ടെ. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സംവിധാനം എടുത്താൽ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ 24 മണിക്കൂർ മതി ട്രെൻഡ് മാറാൻ എന്നൊരു കാര്യം എന്തായാലും UDF-ഉം കോൺഗ്രസും കൂടി ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പൊ ട്രെൻഡ് മാറാതിരിക്കാനുള്ള സൂക്ഷ്മത അത് UDF-ൽ നിന്ന് ആവശ്യമായ സൂക്ഷ്മത ഞങ്ങൾ എല്ലാ കാലത്തും പാലിക്കും. ആവശ്യമായ കരുതലുണ്ടാവും എല്ലാ കാലത്തും. പിന്നെ ഈ ജനറൽ ട്രെൻഡ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം, ആ ട്രെൻഡ് അങ്ങനെ ഒറ്റയടിക്ക് 24 മണിക്കൂർ കൊണ്ട് മാറില്ല. അത് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആശാ വർക്കേഴ്സ്, അവരുടെ പ്രതിഷേധം ഒറ്റയടിക്ക് തീരുമോ? നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷ അവസ്ഥ ഒറ്റയടിക്ക് തീരുമോ? പരിഹാരമില്ലല്ലോ. തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീരുമോ? അതുണ്ടാവുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. UDF വിപുലീകരണം ഉണ്ടാവും. UDF ഇപ്പോൾ തന്നെ അടിത്തറ വിപുലീകരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. പുതിയ കക്ഷികൾ വ്യക്തികൾ വരുന്നു, കക്ഷികളും വന്നുകൂടായില്ല. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ വിസ്മയം പ്രതീക്ഷയാണ്. കേരള കോൺഗ്രസ് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് അവസാന നിമിഷം അവരുടെ നിലപാട് മാറ്റി. കേരള കോൺഗ്രസിനെ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരുടെ അണികളിൽ ഇപ്പോഴും UDF-നോട് താല്പര്യമുണ്ട് ഒരുപാട് പേരുണ്ട്. നേതൃത്വത്തിൽ സമ്മർദ്ദമുണ്ട്. കേരള കോൺഗ്രസ് ഇനി വന്നാലും ഓക്കെയാണ്. നോക്കട്ടെ, നമുക്ക് ആലോചിച്ച് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് വാതിൽ UDF-ന്റെ വാതിൽ കേരള കോൺഗ്രസിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണോ അതോ ജോസ് കെ മാണിയുടെ കഴിഞ്ഞ ദിവസത്തെ നിലപാട് പ്രഖ്യാപനം അടച്ചോ? വാതിൽ എങ്ങനെ വാതിലാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാതിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ആസ് വെൽ ഇറ്റ് ക്യാൻ ബി ക്ലോസ്. അത് തുറക്കുകയും ചെയ്യാം, അടയ്ക്കുകയും ചെയ്യാം. ആർക്കുമായിട്ടും അന്തിമമായിട്ട് കൊട്ടി അടച്ചിട്ടില്ല. അതായത് വേണമെങ്കിൽ ജോസ് കെ മാണി കോളിംഗ് ബെൽ അടിച്ചാൽ വേണമെങ്കിൽ ആർക്കെതിരെ കൊട്ടി അടച്ചിട്ടില്ല. എന്നാൽ മലർക്കെ തുറന്നിട്ടില്ല. കണ്ടീഷണലാണ്. അത് ഈ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമാണോ അതോ മറ്റു ഘടകകക്ഷികളുടെ പൊതുവിലുള്ളത്? ആവശ്യമുള്ള സമയത്ത് ആരാ നോക്കിയിട്ടാ തുറക്കുക. ഇപ്പൊ ആ സിസ്റ്റം ഉണ്ടല്ലോ പല വീടുകളിലും. നമ്മൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ ആരാണ് വന്നതെന്നുള്ള അങ്ങനെ വിലയിരുത്തിയതിനു ശേഷമേ തുറക്കുന്നുള്ളൂ. എന്തായാലും തള്ളുന്നില്ല. അതായത് ഇനി ഒരാളും ഇവിടേക്ക് വരില്ല എന്നോ വരേണ്ട എന്നോ നല്ല വേണമെങ്കിൽ ആർക്കും കടന്നു വരാം. പക്ഷെ ഇനി ആരും വന്നില്ലെങ്കിലും ഇൻടാക്റ്റ് ആണ്. ഞങ്ങൾ വളരെ ഇപ്പോൾ തന്നെ ഞങ്ങൾ വലിയ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്, നല്ല സംവിധാനത്തിലാണ്. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ തന്നെ ജയിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നേതാക്കന്മാർ വരാമല്ലോ. ഐഷ പോറ്റി വന്നു, മുമ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സന്ദീപ് വാര്യർ വന്നു. അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിസ്മയം എന്നുള്ള വാക്കാണല്ലോ ഇപ്പോൾ, വിസ്മയം പ്രതീക്ഷിക്കണോ? ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് പ്രതീക്ഷിക്കാം. അല്ല, അതിലൊരു ആലോചനയൊക്കെ നടത്തി ഇപ്പോൾ ഓരോരുത്തരോടും സംസാരിച്ച്. ഞാൻ അഭിലാഷിനോട് കള്ളം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, മാതൃഭൂമിയുടെ പ്രേക്ഷകരോട് കള്ളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സംഭവങ്ങളുണ്ടാവും. തെരഞ്ഞെടുപ്പിന് മുമ്പ് സസ്പെൻസ് അതന്നെ. അത് വലിയ സസ്പെൻസ് ആണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആളുകൾ കേട്ടാ ചെറുതും വലുതും ഉണ്ടാവും. അപ്പോൾ വലിയ ചില സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ UDF കാത്തുവച്ചിട്ടുണ്ട്. അതെ, എന്തായാലും വിജയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും യാതൊരു തർക്കവും ഉണ്ടാവില്ല. ഒരുമിച്ചുള്ള UDF മുന്നോട്ട്, ഒരു അനൈക്യം ഉണ്ടാവില്ല, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഒറ്റക്കെട്ടായിട്ട് പോകും. ഐക്യമുന്നണിയായി നിൽക്കും, ശക്തമായ ഐക്യത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സീറ്റ് വിഭജനം എന്നൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും കൂടുതൽ സീറ്റ് ചോദിക്കില്ലേ? ഇല്ലില്ല, അവർ തന്നെ വ്യക്തമാക്കിയിട്ടില്ല. തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞിട്ടില്ലേ കൂടുതൽ സീറ്റിന് അർഹതയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ ചോദിച്ചിട്ടില്ല, ഇവർ ചോദിച്ചിട്ടില്ല. പക്ഷെ ചില നേതാക്കൾ, എന്നോട് ഏതോ മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൂടുതൽ MLA-മാരെ ഓരോ പാർട്ടിക്കും ഉണ്ടാക്കുക. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും RSPക്കും എല്ലാം MLA-മാരെ ഉണ്ടാക്കുക. അതായിരിക്കണം ഞങ്ങളുടെ ലീഗിന് ഉപമുഖ്യമന്ത്രി പദവി കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ, ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു റിവാർഡ് എന്നുള്ള നിലയിൽ കൊടുക്കാലോ. ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ലീഗിന്റെ സീറ്റിനേക്കാൾ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് ശരിക്കും ലീഗിന് ഉപമുഖ്യമന്ത്രി പദത്തിൽ സ്വാഭാവിക അർഹതയില്ലേ? അത് അവർ ആവശ്യപ്പെടാത്ത കാര്യമാണ്. കാരണം കേരളത്തിൽ അങ്ങനെ ഉപമുഖ്യമന്ത്രി എന്നുള്ളൊരു ശൈലി ഇല്ലല്ലോ. വളരെ കാലമായിട്ടില്ല. മുമ്പുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ
അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥയിൽ മാറ്റം എന്നുള്ളത് വരാൻ സാധ്യതയില്ല. നിലവിലുള്ള അവസ്ഥയിൽ സാധ്യം വരാൻ സാധ്യത. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴി അലി പറഞ്ഞു ലീഗിന് ഏഴാം മന്ത്രിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞു. ഉപമുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചില നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് നല്ല സൗഹൃദം, ഒരു അവകാശവാദ തർക്കങ്ങളില്ല. അത് 5 മന്ത്രിമാർ എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകും, അല്ലാതെ ഉപമുഖ്യമന്ത്രി, ഏഴാം മന്ത്രി, അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാണ്. അതൊക്കെ നമുക്ക് ഒരു വിവാദം ഉണ്ടാവില്ല, ഒരു തർക്കം ഉണ്ടാവില്ല. വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ യോജിച്ച ഉചിതമായ തീരുമാനം എടുക്കും. അക്കാര്യത്തിലൊരു തർക്കത്തിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായല്ലോ ചെറിയതായിട്ടുള്ള. അല്ല, അതിലൊരു ചർച്ചയോ ആലോചനയോ ഏഴാം മന്ത്രി കാര്യത്തിലോ ഉപമുഖ്യമന്ത്രി കാര്യത്തിലോ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒന്നും ഉണ്ടാവില്ല. ഒറ്റക്കെട്ടാണ് UDF. വളരെ. അപ്പോൾ കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.